നമ്മൾ ഇന്നലെ അൺബോക്സ് ചെയ്ത Redmi Note 11 Pro Plus 5G എന്ന ഫോൺ ഉണ്ടല്ലോ, ആ ഫോണിൻ്റെ സ്മോൾ ബ്രദറിനെയാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതാണ് Redmi Note 11 Pro. ഈ രണ്ട് ഫോൺസിൻ്റെയും സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ മെയിൻലി 3 ഡിഫറൻസസ് ആണുള്ളത്. 2 ഡിഫറൻസസ് നല്ല മേജർ ഡിഫറൻസ് ആണ്. മൂന്നാമത്തെ ഡിഫറൻസ് അത് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സും പിന്നെ എങ്ങനെയാണ് ഈ ഫോൺ മറ്റേ ഫോണിൽ നിന്ന് മാറി നിൽക്കുന്നത് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. നിങ്ങളിൽ ആരൊക്കെ ഇന്നലത്തെ ഫൈനൽ മാച്ച് കണ്ടു താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പൊരിഞ്ഞ പോരാട്ടമായിരുന്നു, തീർച്ചയായിട്ടും നല്ല കിടിലൻ മാച്ച് ആയിരുന്നു. ലാസ്റ്റ് വരെ അല്ലേ ഞാൻ വിചാരിച്ച് നമ്മൾ ജയിക്കുമെന്നാണ്. ഓക്കെ, തീർച്ചയായിട്ടും 1-0 അപ്പായപ്പോൾ ഞാൻ വിചാരിച്ച് ജയിക്കുമെന്ന്. പിന്നെ ഒരു കിടിലൻ റിട്ടേൺ ഗോൾ വന്നു. അതിനുശേഷം പിന്നെ പെനൽറ്റി, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കിംഗ് ആയിരുന്നു കേട്ടോ. ഹൈദരാബാദിൻ്റെ കീപ്പർ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കിംഗ്. എനിവേ നല്ലൊരു മാച്ച് ആയിരുന്നു. പക്ഷേ ഹൈദരാബാദ് ജയിച്ചു. നെക്സ്റ്റ് ഇയർ നമ്മൾ പിടിക്കും ഫോർ ഷുവർ. ഇതാണ് Redmi Note 11 Proൻ്റെ പാക്കേജിംഗ്. ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. സിലിക്കോൺ TPU കേസ്, ഡോക്യുമെൻറ്റേഷൻ, ഫോൺ സൈഡ് ആക്കാം, 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, Type-C ചാർജിങ് കേബിൾ ആൻഡ് ഫൈനലി സിം ഇജക്ടർ ടൂൾ. സോ ഇതാണ് Redmi Note 11 Pro. നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടു കാണും. നമ്മുടെ കയ്യിലുള്ള വേരിയൻറ്റ് വൈറ്റ് വേരിയൻ്റ് ആണ്. മറ്റ് 2 വേരിയൻറ്റ്സ് ആണ് ബ്ലൂ ആൻഡ് ബ്ലാക്ക്. 17,000-18,000 രൂപയ്ക്ക് ഒരു കമ്പനിയും ഇതുപോലുള്ള ഒരു ബിൽഡ്, ഇതുപോലുള്ള ഒരു ഫിനിഷ്, ഇതുപോലുള്ള ഒരു പ്രീമിയം ഹാൻഡ്ലിംഗ് എക്സ്പീരിയൻസ് ഇപ്പം നിലവിൽ തരുന്നില്ല. ഓക്കെ, ഈ ഫോണിൻ്റെ ബിൽഡ് ആണെങ്കിലും ഫിനിഷ് ആണെങ്കിലും ആ ഒരു പ്രീമിയം ഹാൻഡ്ലിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും എക്സാക്ട്ലി Redmi Note 11 Pro Plus 5G പോലെ തന്നെയാണ്. എക്സാക്ട്ലി അതേ ബിൽഡും അതേ ഫീലാണ് കിട്ടുന്നത്. 202 ഗ്രാം ആണ് വെയിറ്റ്, 8.1 mm ആണ് തിക്നെസ്, ബാക്കിൽ ഗ്ലാസ് വരുന്നുണ്ട്, IP53 ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് പ്രൂഫ് റേറ്റിംഗുമായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് നല്ല മിനിമലിസ്റ്റിക് ആണ്. ആ ഒരു ഡിസൈൻ ഷൈൻ ആവുന്നുണ്ട്, പക്ഷേ അങ്ങനെ ഭയങ്കരമായ ഡിസൈനിങ് ഒന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കുറച്ചും കൂടി ഒരു ക്ലാസി ലുക്ക് കിട്ടുന്നുണ്ട്. ബാക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രീമിയം ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ഫ്രെയിം പ്ലാസ്റ്റിക്കിൻ്റെ ആണ്, ഫ്ലാറ്റ് ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. ട്രെൻഡി സംഭവമാണ് ഫ്ലാറ്റ് ഫ്രെയിം. ടോപ്പ് റൈറ്റ് ലെഫ്റ്റ് ബോട്ടം എല്ലാം ഫ്ലാറ്റ് ഡിസൈനിലാണ് വരുന്നത്. Note 11 Pro Plus 5Gയിലുള്ള എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ്. ഓക്കെ, നല്ല കളേഴ്സ് വരുന്നുണ്ട്, നല്ല ഡീപ്പ് ബ്ലാക്സ്, കോൺട്രാസ്റ്റ്, വൈബ്രൻറ്റ് ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 360 Hz ടച്ച് സാമ്പിളിംഗ് വരുന്നുണ്ട്. Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. 1200 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. ഔട്ട് ഓഫ് ദ ബോക്സ് സ്ക്രീൻ പ്രൊട്ടക്ടർ വരുന്നുണ്ട്. ടോപ്പ് ലെഫ്റ്റ് റൈറ്റ് ബോട്ടം ബെസൽസ് ഒക്കെ നല്ല കനം കുറഞ്ഞ മോഡേൺ ലുക്കിംഗ് ബെസൽസ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ ആ പഞ്ചോൾ കട്ടൗട്ടും ചെറുതാണ്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും പ്രൈം വീഡിയോ ആണെങ്കിലും ഏത് OTT പ്ലാറ്റ്ഫോം ആണെങ്കിലും അതിൽ നിങ്ങൾക്ക് 1080p ഫുൾ HD കണ്ടന്റ് ആസ്വദിക്കാൻ കഴിയും. ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. മേളിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ Note 11 Pro Plus 5Gയിൽ കണ്ട എക്സാക്ട്ലി സെയിം സ്പീക്കർ പെർഫോമൻസ് ഇവിടെയും കിട്ടുന്നുണ്ട്. നല്ല സ്പീക്കേഴ്സാണ്, നല്ല രീതിയിലാണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഭയങ്കരമായ ലൗഡ് അല്ല കേട്ടോ, പക്ഷേ വരുന്ന സൗണ്ട് നല്ല ക്വാളിറ്റി സൗണ്ടാണ്. നമുക്കൊരു സാമ്പിൾ കേട്ട് നോക്കാം. ഒരു സംശയവും വേണ്ട, ടോപ്പ് ക്വാളിറ്റി ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, നോ ഡൗട്ട്സ്. പിന്നെ 120 Hz ഫാസ്റ്റ് റിഫ്രഷ് റേറ്റും ഫീൽ ആവുന്നുണ്ട്. ആ ഒരു സ്മൂത്ത്നെസ് ക്ലിയർ ആയിട്ട് അറിയാനുണ്ട്. നമ്മൾ അങ്ങോട്ടും UI അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും യൂട്യൂബ് എന്ന ആപ്പിൽ സ്ക്രോൾ ചെയ്യുമ്പോഴും ആ 120 Hz റിഫ്രഷ് റേറ്റ് കറക്റ്റായിട്ട് അറിയാനുണ്ട്. നല്ല രീതിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു AMOLED ഡിസ്പ്ലേ, അതായത് 120 Hz ഉള്ള AMOLED ഡിസ്പ്ലേ പ്ലസ് ഈ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ഉണ്ടല്ലോ, തീർച്ചയായിട്ടും വളരെ നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ് തരുന്നത്. Redmi Note 10 Proയിൽ HDR പ്ലേബാക്കിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവിടെ ആ സപ്പോർട്ട് വരുന്നില്ല. സ്ക്രീൻ ബ്രൈറ്റ്നസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. 1200 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. ഓക്കെ, പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഓട്ടോ ബ്രൈറ്റ്നസ്സിലാണെങ്കിൽ നല്ല ബ്രൈറ്റ്നസ് കയറുന്നുണ്ട്. ഒരു ഇഷ്യൂ ഇല്ല, എല്ലാം ക്ലിയർ ആണ്, നോ പ്രോബ്ലം. 108 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ 108 മെഗാപിക്സലിൻ്റെ സാംസങ്ങിൻ്റെ HM2 സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡ് ഉണ്ട്, 2ൻ്റെ മാക്രോ ആൻഡ് 2ൻ്റെ ഡെപ്ത്. Note 11 Pro Plusൽ ആ ഒരു ഡെപ്തിൻ്റെ സംഭവമില്ല, ഇവിടെ ആ ഒരു സംഭവം വരുന്നുണ്ട്. പക്ഷേ അതൊരു ഡിഫറൻസ് ആണെങ്കിലും അതൊരു മേജർ ഡിഫറൻസ് അല്ല. 16 മെഗാപിക്സലിൻ്റെതാണ് സെൽഫി ക്യാമറ. ഹ്യൂമൻ സബ്ജക്റ്റിൽ നല്ല സ്കിൻ ടോൺസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഫേസ് നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്, നോ പ്രോബ്ലം. അത്യാവശ്യം ബ്രൈറ്റ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. കളേഴ്സൊക്കെ ഓവറോൾ കളേഴ്സൊക്കെ ഓക്കെ ആണ്. പക്ഷേ ഫേസിലുള്ള ഷാർപ്പനിങ് പൊടിക്ക് കൂടുതലാണ് എനിക്ക് തോന്നി. ചില ഫോട്ടോസിൽ നല്ല രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്, ചില ഫോട്ടോസിൽ അത്രയും എവിഡൻ്റ് അല്ല. പക്ഷേ എന്തായാലും ഫേസിൽ ആ ഷാർപ്പനിങ് സംഭവം എന്തായാലും വരുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസിലുള്ള എഡ്ജ് ഡിറ്റക്ഷൻ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്, നോ പ്രോബ്ലം. ഈവൻ ബാക്ക്ഗ്രൗണ്ട് ബ്ലറും നല്ല നാച്ചുറൽ ആണ്. നല്ല പോർട്രേറ്റ് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്രൈറ്റ് ആണെങ്കിലും ഫേസിൽ അത്യാവശ്യം എക്സ്പോഷറൊക്കെ വരുന്നുണ്ട്. ചില ഫോട്ടോസിൽ ഫേസിൽ ആ ഒരു പ്രോസസ്സിങ് കൂടുതലാണ് എനിക്ക് തോന്നി. ആ ഒരു വെളുപ്പിക്കൽ ലേശം കയറി വരുന്നുണ്ട്. പക്ഷേ ഓവറോൾ ഇറ്റ്സ് ഓക്കെ. നോർമൽ ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ അതിലും നല്ല കളേഴ്സൊക്കെ വരുന്നുണ്ട്.
ഡൈനാമിക് റേഞ്ച് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഷാഡോസിലൊക്കെ നല്ല ഡീറ്റെയിൽസ് വരുന്നുണ്ട്. പിന്നെ ആ വാം ടോൺ ഉണ്ടല്ലോ, ഷവോമിയുടെ ഫോൺസിൽ വരുന്ന വാം ടോൺ വൈബ്രന്റ് സംഭവം അത് ഇവിടെയും വരുന്നുണ്ട്. ഓവർ ആവുന്നില്ല, പക്ഷേ സ്റ്റിൽ ആ ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫോണിന്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അൾട്രാ വൈഡ് പെർഫോമൻസ് ഈസ് ഓക്കെ. കളറൊക്കെ നല്ല ഡീസൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റെഡ്മി നോട്ട് 10 പ്രോയിൽ ഉണ്ടായിരുന്ന ആ ഒരു കിഡിലൻ മാക്രോ ക്യാമറ ഓർമ്മയുണ്ടല്ലോ, ടെലി മാക്രോ ക്യാമറ, ഇവിടെ അതില്ല. ഇവിടെ നോർമൽ 2 മെഗാ പിക്സലിന്റെ മാക്രോ ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് മാക്രോ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. നൈറ്റ് ഫോട്ടോസ് നല്ല രീതിയിൽ തന്നെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. നൈറ്റ് മോഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. കുറച്ചും കൂടി ഒരു എക്സ്പോഷർ വേണ്ടിയിരുന്നു എനിക്ക് തോന്നി. കുറച്ച് ഡാർക്കായിട്ട് തോന്നി. ചില ഫോട്ടോസിലൊക്കെ ഡാർക്ക്നെസ് കൂടുതലാണ്, പക്ഷേ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. 1080p at 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഞാനൊരു വീഡിയോ സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ആ ഒരു ഷവോമിയുടെ നോർമൽ വീഡിയോ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. അതായത് ചെറിയ വാംത്തും വൈബ്രേഷനും ആ ഒരു കോൺട്രാസ്റ്റ് ഫീലൊക്കെ വരുന്നുണ്ട്. ചിലർക്കത് ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ, ഫോക്കസിങ്ങിൽ ഇഷ്യൂ ഒന്നുമില്ല. എക്സ്പോഷറൊക്കെ ഓക്കെ ഡീസൻ്റ് രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കംപ്ലയിൻസ് ഒന്നുമില്ല. സെൽഫി ക്യാമറ പെർഫോമൻസ് നല്ലതാണ്. സ്കിൻ ടോണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പോർട്രേറ്റ് മോഡ് ഓൺ ചെയ്യുമ്പോൾ ബാക്കിൽ അത്യാവശ്യം ലൈറ്റ് ഉണ്ടെങ്കിൽ ആ വെളുപ്പിക്കലും പിന്നെ ചെറിയ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഫേസിൽ അത് മാറ്റി വെക്കുകയാണെങ്കിൽ ഓവറോൾ അത്യാവശ്യം ഓക്കെയാണ്. നല്ല സെൽഫി ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. 1080p at 30 FPS ആണ് മാക്സിമം സെൽഫി വീഡിയോ റെസൊല്യൂഷൻ. ഞാനൊരു സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ഫോട്ടോസിലുള്ളതുപോലെ ഇവിടെയും നല്ല സ്കിൻ ടോണും നല്ല കളേഴ്സൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. സോ നോ ഇഷ്യൂ വിത്ത് ദ സെൽഫി ക്യാമറ പെർഫോമൻസ്. 6GB 8GB ആണ് റാം വേരിയൻസ്. 2 വേരിയൻസിൻ്റെയും കൂടെയുള്ള സ്റ്റോറേജ് ആണ് 128GB UFS 2.2. റാം ആണ് LPDDR4X. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ എക്സ്റ്റൻഡഡ് റാമിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G96 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ ചിപ്സെറ്റിനെ കുറിച്ച് പിന്നെ ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് അവസാനം സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സൊക്കെ നോക്കാം. 3.2 ലാക്കിൻ്റെ റെസ്പെക്റ്റബിൾ AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഇഷ്യൂ ഒന്നും തോന്നുന്നില്ല. നല്ല രീതിയിൽ തന്നെ അവർ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചെറിയ ജിറ്റേഴ്സ് ഉണ്ട്, അത് MIUIയിൽ കാണാറുണ്ട്. നോർമൽ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഫോൺ എടുത്ത് യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ മൈന്യൂട്ട് ജിറ്റേഴ്സ് അവിടെ ഇവിടെ വരുന്നുണ്ട്. ഓവറോൾ 98% 96% നല്ല പെർഫോമൻസ് ആണ്, നല്ല സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. ചിലപ്പോഴൊക്കെയാണ് അവിടെ ഇവിടെ ജിറ്റേഴ്സ് വരുന്നത്. ഷവോമി അത് കുറച്ചും കൂടി സ്മൂതൻ ചെയ്യണം, കുറച്ചും കൂടി ഒരു സ്ട്രീം ലൈൻ ചെയ്യണം. ഗെയിമിംഗ് പെർഫോമൻസ് നോർമൽ മിഡ് റേഞ്ച് ലെവൽ ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. നമ്മൾ ഓൾറെഡി ഈ ഒരു G96 പോക്കോൻ്റെ പോക്കോ M4 പ്രോയിൽ കണ്ടതാണ്. എക്സാക്ട്ലി സെയിം പെർഫോമൻസ് ആണ് ഇവിടെയും കിട്ടുന്നത്. സ്മൂത്ത് അൾട്രാ 40 FPS കളിക്കാൻ പറ്റും. ഇവിടെ ലിക്വിഡ് കൂളിംഗിൻ്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. കാരണം ഹീലിയോ G95 ആണെങ്കിലും G96 ആണെങ്കിലും ചിലപ്പം ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഒരുപാട് നേരം ഗെയിമൊക്കെ കളിക്കുമ്പോൾ. സോ അത് സോൾവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ ലിക്വിഡ് കൂളിംഗിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. ഞാൻ കളിച്ച് നോക്കിയിരുന്നു. ഞാൻ കളിച്ച സമയത്തൊന്നും അങ്ങനെ വലിയ ഹീറ്റിംഗ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഓവറോൾ നല്ലൊരു പെർഫോമൻസ് ആണ് കിട്ടിയത്. സ്മൂത്ത് 40 FPS കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ്രോയിഡ് വെർഷൻ 11 ആണ് വരുന്നത്. 12 കൊടുക്കേണ്ടതായിരുന്നു നിർബന്ധമായിട്ട്. ഞാനിത് ഓൾറെഡി മറ്റേ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന്. ഇത് ഷവോമിയുടെ മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്പ് ഫോൺ സീരീസ് ആണ്, റെഡ്മി നോട്ട് സീരീസ് ബേസിക്കലി. സോ ഇതിൽ കൊടുക്കേണ്ടതായിരുന്നു, വരുന്നില്ല. സോ അത് ചെറിയൊരു ഡ്രോബാക്ക് ആണ്. കാരണം മറ്റ് കമ്പനികൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലും തരുന്നുണ്ട്. എല്ലാ കമ്പനികളും തരുന്നുണ്ട്, പക്ഷേ ചില കമ്പനികൾ എന്തായാലും തരുന്നുണ്ട്. ഷവോമിക്കും തരാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ തന്നിട്ടില്ല. MIUI ലേറ്റസ്റ്റ് ആണ് വരുന്നത്. അതായത് MIUI 13 കൊടുത്തിട്ടുണ്ട്. നോർമലി വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ഗെയിമിൽ ആ ഒരു ഗെയിം മോഡിൻ്റെ ഫീച്ചർ ഉണ്ടല്ലോ, ഗെയിം ടർബോ, അത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫീച്ചേഴ്സും അതിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഇവിടെയും ആക്സസിബിൾ ആണ്. ഈ ഫോണിലുള്ളത് 5000 mAh ബാറ്ററിയാണ്. ദാറ്റ്സ് നൈസ്. 67 വാട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഷവോമി ചാർജിങ് സപ്പോർട്ടും തരുന്നുണ്ട്. ബോക്സിൽ ചാർജറും കിട്ടുന്നുണ്ട്. ദാറ്റ്സ് റിയലി നൈസ്. സോ ബാറ്ററി ആൻഡ് ചാർജിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരു കംപ്ലയിൻറ്റും ഇല്ല. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ അങ്ങനെ ബാറ്ററി ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. അങ്ങനെ ബാറ്ററി ലീക്കും ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ ഒന്നും വരുന്നില്ല. നല്ല രീതിയിൽ തന്നെ ബാറ്ററി വർക്ക് ചെയ്യുന്നുണ്ട്. 1 day 1.5 day കിട്ടണം, ഫോർ ഷുവർ കിട്ടണം. പിന്നെ ആ ഒരു ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. സോ പെട്ടെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ ചാർജ് ചെയ്ത് എടുക്കാം. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആണെങ്കിലും ഫേസ് അൺലോക്കിൻ്റെ ഫീച്ചർ ആണെങ്കിലും രണ്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്. IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് നൈസ്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നല്ല പ്രീമിയം ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ്. സ്പെഷ്യലി ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ഡ്യുവൽ 4Gൻ്റെ ഫീച്ചറാണ് വരുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന എല്ലാ സെൻസേഴ്സ് ഇവിടെ വരുന്നുണ്ട്. FM റേഡിയോ ഉണ്ട്. ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി SAR വാല്യൂ ഈസ് അണ്ടർ ലിമിറ്റ്. 6GB 128GB പ്രൈസാണ് 17,999. 8GB 128GB പ്രൈസാണ് 19,999 രൂപ. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G96 ബേസിക്കലി 15,000 താഴെ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ചിപ്സെറ്റ് ആണ്. കാരണം ഇതേ ചിപ്സെറ്റ് നമുക്ക് പോക്കോ M4 Pro 4Gയിൽ 14,000 rupees കിട്ടുന്നുണ്ട്. അണ്ടർ 15,000 എന്തായാലും കിട്ടുന്നുണ്ട്. സോ ആ ഒരു എക്സ്ട്രാ 3,000 rupees അല്ലെങ്കിൽ 4,000 rupees പേ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട് അക്കാര്യം നമ്മൾ ആദ്യം
അനലൈസ് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഗ്ലാസ് ബിൽഡും പിന്നെ ഒരു പ്രീമിയം ഫീൽ എന്തായാലും കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 120 ഹെർട്സിൻ്റെ സൂപ്പർ ആംബ്ലഡ് പാനൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് പാനലാണ്. 108 മെഗാ പിക്സലിൻ്റെ ആണ് മെയിൻ സെൻസർ. 67 വാട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഈ പറഞ്ഞ സാധനങ്ങളാണ് എക്സ്ട്രാ കിട്ടുന്നത്. ഇതിൽ 5G ഓപ്ഷൻ വരുന്നില്ല, 4G ഓപ്ഷനാണ്. സോ ആ ഒരു കൺഫ്യൂഷൻ ഒരുപാട് പേരെ മനസ്സിലുണ്ടായിരിക്കും. 18,000 രൂപ കൊടുത്ത് ഇപ്പോൾ ഒരു 4G ഫോൺ വാങ്ങണം, കാരണം ഈ പ്രൈസിൽ ഇപ്പോൾ 5G ഫോൺ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ സ്പെസിഫിക്കേഷൻ ഉള്ള 5G ഫോൺ കിട്ടില്ല. 5G തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു Redmi Note 11 Pro Plus 5Gൻ്റെ 6GB 120GB നോക്കാം. അത് 19,999 കിട്ടുന്നുണ്ട് വിത്ത് ഓഫർ. ആ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഞാനിപ്പോൾ മെൻഷൻ ചെയ്ത എക്സ്ട്രാ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ആ കാര്യം നിങ്ങൾ വേണം തീരുമാനിക്കാൻ. ഓക്കെ, അതെനിക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ചോയ്സാണ്. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആയിരിക്കും 6GB 120GB വാങ്ങിച്ചാൽ മതി. അതാണ് കുറച്ചും കൂടി പ്രൈസ് എഫക്റ്റീവ്. തീർച്ചയായിട്ടും പ്രൈസ് കുറവാണല്ലോ, പക്ഷേ അതാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി പ്രൈസ് എഫക്റ്റീവ്. പിന്നെ പറ്റുന്നിടത്തോളം ഓഫറിൽ വാങ്ങാൻ നോക്കുക. സോ നിങ്ങളൊരു 4G ഫോൺ വാങ്ങുമോ ഈ പ്രൈസിൽ, അതോ നിങ്ങളൊരു 5G ഫോണാണ് നോക്കാൻ പോകുന്നത്? ആ ഒരു സാക്രിഫൈസും വിട്ടുവീഴ്ച ഉണ്ടെങ്കിലും 5G ഫോൺ മതി എന്നാണോ? താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. തീർച്ചയായിട്ടും ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.